ദക്ഷത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് കുഞ്ഞിന് പാമ്പ് കടിയേറ്റു എന്ന് ഡോക്ടർക്ക് ആശുപത്രിയിൽ ചെന്നപ്പോൾ മനസ്സിലായില്ല. വീട്ടുകാർക്കും അറിയില്ലായിരുന്നു പാമ്പാണ് കടിച്ചത് എന്ന്. കുഞ്ഞു പക്ഷെ പലതവണ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കാഴ്ച എല്ലാം രണ്ടായി കാണുന്നുണ്ട് എന്ന് പറയുന്നു, തളർച്ച അനുഭവപ്പെടുന്നു, അങ്ങനെ നിരവധി സിംറ്റംസ് ഉണ്ടായിരുന്നു. ഈ സിംറ്റം കൊണ്ട് അല്ലെങ്കിൽ മുറിവ് എങ്ങനെ എന്നതുകൊണ്ട് ഇത് കടിയേറ്റത് പാമ്പിൻ്റെതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലേ? ഇതിനകത്ത് താങ്കളുടെ ക്വസ്റ്റ്യന് കുറെ ഭാഗങ്ങളുണ്ട്. കാരണം നമ്മൾ ഒന്ന് ഈ മുറിവിന്റെ അടയാളം നോക്കിയിട്ട് കടിച്ചത് പാമ്പാണോ അല്ലെങ്കിൽ വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. അത് സയന്റിഫിക്കലി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് പക്ഷെ പല സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പല ആൾക്കാരും അങ്ങനെ പാമ്പ് കടി നോക്കിയിട്ട്, കാരണം 2 പല്ലിന്റെ അടയാളം ഉണ്ടെങ്കിൽ അത് വിഷപ്പാമ്പാവാം അല്ലെങ്കിൽ വിഷപ്പാമ്പാവില്ല, ഇങ്ങനെ രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ വെച്ച് ആ ഒരു ഈ മുറിവിന്റെ ഇത് ഈ അടയാളമോ അല്ലെങ്കിൽ മുറിവിന്റെ രൂപമോ വെച്ചിട്ട് നമുക്കത് പാമ്പ് കടിയാണോ അല്ലയോ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഈ കേസ് നമ്മൾ സാധാരണ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് നമ്മൾ എന്തുകൊണ്ടാണ് ആ ഡോക്ടർക്ക് മനസ്സിലാവാതിരുന്നത് എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വിഷപ്പാമ്പുകൾ 2 വിഭാഗത്തിൽപ്പെട്ട വിഷപ്പാമ്പുകളുണ്ട്. നമ്മൾ ഒന്നിനെ ന്യൂറോടോക്സിക് പാമ്പുകൾ എന്ന് പറയും, മറ്റേതിനെ നമ്മൾ ഹെമറ്റോടോക്സിക് എന്ന് പറയും. ന്യൂറോടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാഡീ വ്യവസ്ഥകളെ ഈ പാമ്പിന്റെ വിഷം ബാധിക്കുക. ആ സമയത്താണ് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണ് ഇതേപോലെ ഉറക്ക് വരുന്ന പോലെ തന്നെ ടോസിസ് എന്ന് പറയും, കണ്ണിങ്ങനെ പകുതി ഇങ്ങനെ അടഞ്ഞു പോവുക, 2ആയിട്ട് കാണാം, ശ്വാസത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, നമ്മുടെ ശരീരത്തിലൊക്കെ മസിലിലൊക്കെ ശക്തി കുറഞ്ഞു പോയി ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥയിലേക്ക് പോവുക. ഇതാണ് ന്യൂറോടോക്സിക് എൻവയറമെന്റിന്റെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് പലപ്പോഴും നമുക്ക് വരുന്നത് 2 ഭാഗങ്ങളിലും ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അത് കാരണം നമ്മളെ രോഗിയെ കൊണ്ടുവരുന്ന ആൾക്കാരും കൃത്യമായി നമ്മൾ ഇതേപോലെ നിലത്ത് കിടന്നതായിരുന്നു അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു പ്രത്യേക ഭാഗങ്ങളിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതേ എന്തെങ്കിലും കുട്ടി എന്തൊക്കെ കടിച്ച മാതിരി തോന്നി, ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് കുറച്ചുകൂടെ ഇത് ഇന്നതാവാം എന്നുള്ള രീതിയിലേക്ക് ഒരു സംശയം വരാം. നമുക്ക് ഏതെങ്കിലും ഒരു കൃത്യമായ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടല്ല ഇതേപോലെയുള്ള ന്യൂറോടോക്സിക് എൻവയറമെന്റ് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. രോഗി വരുന്ന സാഹചര്യം, രോഗി പറയുന്ന ആ ഹിസ്റ്ററി, ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഡോക്ടർ ഒരു ഇതായിരിക്കാം എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇനി മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂറോടോക്സിക് തന്നെ നമ്മുടെ നാട്ടിൽ 2 രീതിയിലുള്ള പാമ്പുകളുണ്ട്. ഒന്ന് നമ്മുടെ മൂർഖൻ വിഭാഗത്തിൽപ്പെട്ട ഈ കോബ്ര, ഇന്ത്യൻ കോബ്ര എന്ന് പറയല്, നാജനാജ എന്ന് പറയുന്ന കോബ്ര വിഭാഗം. 2 നമ്മുടെ ക്രേറ്റ്, നമ്മുടെ വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയുന്ന പാമ്പ്. ഈ 2 പാമ്പിന്റെ വിഷമാണ് നമ്മുടെ ഈ ASDയിൽ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന 2 പാമ്പുകൾ. ഇതിനകത്തുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, മൂർഖന്റേത് കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച ഭാഗത്ത് അസഹ്യമായ വേദനയും അതേപോലെ തന്നെ അവിടെ തടിച്ചു വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രോഗി പെട്ടെന്ന് ഒരു കയ്യിൽ ഒരു കടിയേറ്റ പോലെയുള്ള വീക്കവും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കണ്ടടഞ്ഞു പോവുക, 2ആയിട്ട് കാണുക, ശ്വാസത്തിന് വ്യത്യാസം വരിക. ആ സമയത്ത് ഏതൊരു ഡോക്ടർക്കും അത് പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, ഇത് പ്രോബബ്ലി ഇതേപോലെ ഒരു ന്യൂറോടോക്സിക് എൻവയറമെന്റ് ആണെന്ന്. പക്ഷെ ഈ വെള്ളിക്കെട്ടന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്രേറ്റിന്റെ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടിച്ച ഭാഗത്ത് വലിയ മുറിവോ അല്ലെങ്കിൽ തടിപ്പോ വേദനയോ അനുഭവപ്പെടില്ല. പക്ഷെ ഈ രോഗിക്ക് ഇതേ രീതിയിലുള്ള ചില വ്യത്യാസങ്ങൾ പിന്നീട് ഡെവലപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ശ്വാസതടസ്സമൊക്കെ അനുഭവപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാം. ആ സാഹചര്യത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് ഇതൊരു പാമ്പ് കടിയാണ് എന്ന് തോന്നിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിലാണ് ഡോക്ടർക്ക് ഇത് പാമ്പ് കടിയാണോ എന്നുള്ള ഒരു സംശയം തോന്നാനുള്ള സാധ്യത. എന്നിരുന്നാലും നമ്മൾ ഇതേപോലെ ഒരു പെട്ടെന്നുള്ള ഒരു കുട്ടി ഇതേപോലെ വയറുവേദനയായിട്ട് വരിക, അല്ലെങ്കിൽ ഇതേപോലെ കാഴ്ച 2ആയിട്ട് കാണുക, അതൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ അത് ഒരു സ്നേക്ക് ബൈറ്റ് ആണ് എന്ന് ഒരു സാധ്യത കൽപ്പിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ന്യൂറോടോക്സിക് പാമ്പുകളുടെ ഈ വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ നമ്മളൊരു സൗകര്യമുള്ള ഒരു ആശുപത്രിയിലാണെങ്കിൽ, അഥവാ പെട്ടെന്ന് ഇത് ഈ വിഷബാധയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും രോഗിക്ക് തടസ്സം വരുന്ന സമയത്ത് കൃത്യമായ രീതിയിലുള്ള വെന്റിലേറ്റർ സഹായം കൊടുക്കുകയാണെങ്കിൽ രോഗി മരണത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം മരണം സംഭവിക്കുന്നത് ഈ ശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി മസിൽ, ഈ ശ്വാസം നിയന്ത്രിക്കുന്ന മസിലുകൾക്ക് ശക്തി കുറഞ്ഞു പോയി ശ്വാസം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്.
അപ്പൊ അതിനെ നമ്മൾ കൃത്രിമമായി ശ്വാസം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് രോഗിയെ മരണത്തിൽ നിന്ന് ഒഴിവാക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കണ്ണ് തൂങ്ങി വരുന്നത്, നമ്മുടെ കൃഷ്ണമണിയിലുള്ള മറ്റ് വ്യത്യാസങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് ഇതായിരിക്കാമെന്ന ഒരു സാധ്യതയിൽ നമുക്ക് ആന്റിവെനം കൊടുക്കുകയും ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ ഹെമറ്റോടോക്സിക് ആണ്. ഈ ഹെമറ്റോടോക്സിക്കിൽ നമ്മൾ ഈ ബിഗ് 4 എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ആന്റി സ്നേക്ക് വെനം ന്യൂട്രലൈസ് ചെയ്യുന്ന 2 പാമ്പുകളാണ്. ഒന്ന് നമ്മൾ സാധാരണ റുസൽസ് വൈപ്പർ എന്ന് പറയുന്ന സാധാരണ രീതിയിലുള്ള അണലി, അതേപോലെ ഒന്ന് സോസ്കെയിൽ വൈപ്പർ, നമ്മൾ പാലക്കാടും കാസർഗോഡിന്റെ ചില ഭാഗങ്ങളിലൊക്കെ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു പാമ്പാണ് സോസ്കെയിൽ വൈപ്പർ. ഈ 2 എണ്ണത്തിന്റെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടിച്ച ഭാഗത്ത് നല്ല തടിപ്പായിട്ട് വരാം, അതേപോലെ വേദന ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് രക്തം ക്ലോട്ട് ആവാത്ത അവസ്ഥ വരും. ആ സമയത്ത് നമുക്കിത് പാമ്പ് കടിയാണെന്നുള്ളത് മനസ്സിലാക്കുകയും ഉടനടി തന്നെ അതനുസരിച്ചുള്ള ചികിത്സ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഞാനിപ്പോ നമ്മുടെ കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിൽ കണ്ടുവരുന്നത് മറ്റൊരു പ്രശ്നമാണ്. നേരത്തെ ക്രെയിറ്റിനാണ് നമ്മളെ എല്ലാ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്യപ്പെടുന്നതെങ്കിലും ഈ ഭാഗങ്ങളിലൊക്കെ വരുന്ന മറ്റൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്റി സ്നേക്ക് വെനം കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റാത്ത അണലി ഭാഗത്തുപ്പെട്ട മറ്റൊരു പാമ്പിന്റെ വിഷബാധയായിട്ടാണ് പല രോഗികളും വരുന്നത്. ഇപ്പൊ എന്റെ ICU തന്നെ ഒരു രോഗി, കണ്ണൂർ ഭാഗത്തുള്ള ഒരു രോഗി വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെയുണ്ട്. അത് ഈ ഹംനോസ് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന നമ്മളൊരു കുഴി അണലി, ചുരുട്ടാന്നൊക്കെ പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു അണലിയാണ്. അപ്പൊ ഈ അണലിയുടെ വിഷത്തിന് നമ്മൾ ഇന്ത്യയിലുള്ള ഈ പോളിവാലന്റ് ആന്റി സ്നേക്ക് വെനം കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആന്റിവെനം നമ്മൾ വേണ്ട അളവിൽ 25 വേലോ 30 വേലോ ഒക്കെ കൊടുത്ത ശേഷവും ബ്ലഡ് ക്ലോട്ട് ആവാതെ നിൽക്കുകയും അതിന്റെ കൂടെ തന്നെ ഈ വൃക്കകളുടെ പ്രവർത്തനത്തിൽ തകരാറ് വരിക, ഈ കടിച്ച ഭാഗത്ത് വളരെയധികം നീർക്കെട്ട് അനുഭവപ്പെടുക, രക്തം അലിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോകുക, ഹീമോളിസിസ് എന്ന് പറയും. ഈ രീതിയിലുള്ളൊക്കെ വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ ഇതേപോലെ ഈ പിറ്റ് വൈപ്പറിന്റെ എൻവെനമേഷൻ അല്ലെങ്കിൽ വിഷബാധ സംശയിക്കേണ്ടത്. ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് കടിച്ചതായി നമുക്ക് തോന്നുന്നു, രാത്രിയിലോ മറ്റോ ആണ്, അല്ലെങ്കിൽ കടിച്ചത് എന്ത് ജീവിയാണ് എന്നത് നമുക്ക് അറിയില്ല. ആ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ മരണത്തിന്റെ സംഭവത്തിൽ തന്നെയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ആ സാഹചര്യത്തിൽ നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നു, എന്താണ് നമ്മളെ കടിച്ചതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ, നമുക്ക് അറിയാത്തൊരവസ്ഥയുണ്ട്. കയ്യിലെ മുറിവിൽ നിന്നും ഇത് മനസ്സിലാക്കാനും കഴിയുന്നില്ല, അസ്വസ്ഥതകളും ഉണ്ട്. ആ സാഹചര്യത്തിൽ ഒരു ഡോക്ടർക്ക് മരണമുണ്ടാകാതെ ചെയ്യാവുന്ന എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏത് ഡോക്ടർക്കും അത് ഇതേപോലെയുള്ള പാമ്പ് കടിയാണെന്ന് മനസ്സിലാവും. പക്ഷെ നേരെ മറിച്ച് ഞാൻ പറഞ്ഞത് മറ്റൊരു സിറ്റുവേഷനാണ്. രോഗിക്ക് ഇതേപോലെ എന്തെങ്കിലും കടിയേറ്റതായിട്ടുള്ള ഒരു സംശയം വരുന്നില്ല, അല്ലെങ്കിൽ ചെറിയ കുട്ടിയാണെങ്കിൽ വീട്ടുകാർക്ക് ഇങ്ങനെ ഒരു സംശയം വരുന്നില്ല. അവര് രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നു. ആ സമയത്ത് ഇതേ രീതിയിലുള്ള രോഗിക്ക് ചെറിയ കൺഫ്യൂഷൻ, ശ്വാസത്തിനുള്ള വ്യത്യാസം, ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്. ആ സമയത്ത് ഈ പാമ്പ് കടിയൊന്നും ചിലപ്പോൾ അധികം ചികിത്സിച്ച് പരിചയമില്ലാത്ത ഒരു ഡോക്ടർക്ക്, അല്ലെങ്കിൽ അത് വളരെ കോമൺ അല്ലാത്ത ഒരു ഏരിയയിലുള്ള ഒരു ഡോക്ടർക്ക് അത് പാമ്പ് കടിയാണ് എന്നുള്ളൊരു സംശയം തോന്നാനുള്ള സാധ്യത കുറവാണ്. പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കാഴ്ച മങ്ങുന്നു, രണ്ടായി കാണുന്നു, കഠിനമായ വേദനയുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോഴും ഒരു ഡോക്ടർക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ലേ എന്നതാണ് എന്റെ സംശയം. അതാ പറയുന്നത്, നമുക്ക് കൃത്യമായൊരു ബ്ലഡ് ടെസ്റ്റ് വെച്ചിട്ടല്ല, ഈ കണ്ണ് മങ്ങുന്നു അല്ലെങ്കിൽ ശരീരത്തിൽ വേറെ ഏതെങ്കിലും ഭാഗത്തൊരു വേദന ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് പാമ്പ് കടി മാത്രമല്ല, അത്തരത്തിലുള്ള പല രോഗങ്ങളുണ്ട്. നമ്മൾ സാധാരണ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഈ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, അതേപോലെ നരമ്പുകളെ ബാധിക്കുന്ന മറ്റ് പല രീതിയിലുള്ള അസുഖങ്ങൾ, ചില വിഷ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്താം. ഇത് നമ്മുടെ ലിറ്ററേച്ചറുകളിലൊക്കെ തന്നെ എത്രയോ ഈ ക്രേറ്റ് ബൈറ്റുകൾ നമ്മൾ വയറുവേദനയായിട്ട്, ശക്തമായ വയറുവേദനയായിട്ട് കുട്ടി ആശുപത്രിയിലെത്തി അപ്പൻഡിസൈറ്റിസ് ആണെന്ന് സംശയിച്ച് ഡോക്ടർമാർ സർജറി ചെയ്ത് വരെ കേസ് ഉണ്ട്. കാരണം വീട്ടുകാർക്ക് ഇതേപോലെ പാമ്പ് കടിച്ചതായിട്ട് അറിയില്ല, പിന്നീടാണ് ഈ രീതിയിലുള്ള വ്യത്യാസം വരിക. അപ്പൊ ഇത് ക്രേറ്റിന്റെ കാര്യത്തിൽ വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മൈസൂർ ഭാഗത്ത്, ഈ കോഴിക്കോട്, ഈ മലപ്പുറം, അതേപോലെ വയനാട് ഭാഗത്തു നിന്നൊക്കെ ഈ മൈസൂർ ഭാഗങ്ങളിലേക്ക് ഇഞ്ചി കൃഷിക്ക് പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ അവിടെ ഒരു കൃഷിക്ക് പോയാൽ നമ്മുടെ വയനാടുള്ള ഒരാൾ ഇതേപോലെ ഈ പെട്ടെന്ന് ഈ കൃഷി അവിടെ കുഴഞ്ഞു വീഴുകയും ആരോ അവരെ കണ്ട് ഈ ഉടനടി തന്നെ അവിടെ ഈ മൈസൂർ ഒരു ആശുപത്രിയിലേക്ക് മാറ്റി. മൈസൂർ ആശുപത്രിയിൽ എത്തിയ ശേഷം അവരെ ഉടനടി തന്നെ ശ്വാസം ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് അവര് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ഒരു 3 ദിവസം കഴിഞ്ഞ ശേഷവും രോഗിക്ക് യാതൊരു ചലനവും അനുഭവപ്പെടാത്തതുകൊണ്ട് അവരതിന് ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോയതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അവരെ ഫാമിലിനടുത്ത് എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പൊ അവര് വെന്റിലേറ്ററിന്റെ മാറ്റുന്നതിന്റെ മുമ്പേ
ഒരു ഒപ്പീനിയൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ആംബുലൻസിൽ ഇവിടേക്ക് നമ്മൾ കോഴിക്കോടേക്ക് ആ രോഗിയെ കൊണ്ടുപോകും. അപ്പൊ ആ സമയത്ത് രോഗിക്ക് യാതൊരു ചലനവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ സമയത്താണ് ഇതേ രീതിയിൽ അവർക്ക് ഈ ഇഞ്ചി കൃഷിക്ക് പോയ സമയത്ത് ആ കൃഷി സ്ഥലത്ത് നിന്നാണ് ഇതേ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നെന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്യൂപ്പിൾസ് ഒക്കെ ഇതേപോലെ പിൻ പോയിന്റഡ് ആണ്. നമ്മുടെ ബാക്കി ശരീരഭാഗങ്ങളിലൊന്നും ഒരു മൂവ്മെന്റും ഇല്ല. അതായത് മസിലുകളൊക്കെ മുഴുവൻ തളർന്ന അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം സാഹചര്യം മുമ്പേ കണ്ട ഒരു ഡോക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം, ഒരു സാധ്യത നമുക്ക് തോന്നാം. ആ സമയത്ത് ഇത് ക്രേറ്റ് ബൈറ്റ് ആണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ശരീരത്തിൽ എവിടെയും ഈ കൃത്യമായ രീതിയിലുള്ള പാടുകളില്ല. പക്ഷെ നമ്മൾ ആ രോഗിയെ പല പ്രാവശ്യം നോക്കിയപ്പോൾ പുറത്ത് മാത്രം ചെറിയൊരു സ്ക്രാച്ച് പോലെ ഒരു അടയാളം കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ഒരു സംശയം തോന്നുകയും നമ്മൾ ഈ ആന്റിവെനം നമ്മൾ എംപെറിക്കലായിട്ട് കൊടുക്കാന്ന് പറയും. കാരണം നമുക്ക് കൃത്യമായി പാമ്പ് കടിയാണോ എന്ന് അറിയില്ല. ഒരു സംശയത്തിന്റെ പേരിൽ നമ്മൾ ആന്റിവെനം കൊടുക്കുകയും അതുകൊണ്ട് പിന്നെ ഒരു 2-3 ദിവസം കൊണ്ട് ആ രോഗി കൈയും കാലും ഒക്കെ ഇളക്കാൻ തുടങ്ങുകയും പിന്നെ ഏകദേശം ഒരാഴ്ചയിലധികം വെന്റിലേറ്റർ വേണ്ടി വന്ന രോഗി തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, കോഴിക്കോട് ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പല ഡോക്ടർമാർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയാൻ സൂചിപ്പിച്ചത്, നമുക്ക് കൃത്യമായി ഇത്തരത്തിലുള്ള ഈ കാഴ്ചയ്ക്ക് വ്യത്യാസം വരിക, രണ്ടായിട്ട് കാണുക, അല്ലെങ്കിൽ ശ്വാസത്തിന് ചെറിയ ബുദ്ധിമുട്ട് വരിക, വയറുവേദന വരിക, ഇത്തരം രോഗലക്ഷണങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടി അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പാമ്പ് കടി, പ്രത്യേകിച്ച് ക്രേറ്റിനുള്ള വ്യത്യാസം താങ്കൾ പറഞ്ഞ പോലെ ഈ കടിച്ച ഭാഗത്ത് വേദന ഒരിക്കലും ക്രേറ്റിന് ഉണ്ടാവില്ല. ആ കുട്ടി അധികം വയറുവേദന ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഈ കടിച്ച ഭാഗത്ത് വേദനയും അല്ലെങ്കിൽ കടിച്ച പോലെ ഒരു സംശയം തോന്നി നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങളുമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയ ശേഷം അത് പാമ്പ് കടിയാണെന്ന് ഡോക്ടർക്ക് തോന്നുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വലിയ നെഗ്ലിജൻസ് ആണ്, സംഭവിക്കാൻ പാടില്ല.